ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്ന്? ഉത്തരം 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ കെ.സി. സക്കറിയ, ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ആയിരുന്നു. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഉത്തരം ഡെമോഗ്രാഫി. ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? ഉത്തരം 1872. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോൺ ഗ്രാന്റ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ബീഹാർ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ചൈന, 1980. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഇന്ത്യ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. സെൻസസ് എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം സെൻസറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന്. സെൻസസ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം തിട്ടപ്പെടുത്തുക. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവര വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏത് വർഷമായിരുന്നു? ഉത്തരം 1961 സെൻസസ്. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം ഇടുക്കി. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏത്? ഉത്തരം വത്തിക്കാൻ സിറ്റി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വെച്ച് ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 3-ാം സ്ഥാനം. കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല? ഉത്തരം പാലക്കാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മൽത്തൂസ്. ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല? ഉത്തരം ഇടുക്കി. സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല? ഉത്തരം കണ്ണൂർ. ജനസംഖ്യാ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? ഉത്തരം
പ്രൊഫസർ എസ്.ബി. വായ്ലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയ നടക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏത്? ഉത്തരം ആധാർ കാർഡ്. ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ചൈന. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? അമേരിക്ക. ഏതു കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിൽ എത്തിയത്? ഉത്തരം ആസ്ത. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ പട്ടണം ഏതാണ്? ഉത്തരം യമൻ. ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഉത്തരം നൈജീരിയ. പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം പുതുശ്ശേരി. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏത്? ഉത്തരം കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏത്? ഉത്തരം മല്ലപ്പള്ളി, പത്തനംതിട്ട. ഇന്ത്യയിൽ സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല വഹിക്കുന്നത് ആരാണ്? ഉത്തരം സെൻസസ് കമ്മീഷണർ. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. ദേശീയ ജനസംഖ്യാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ്? ഉത്തരം ജാവ. ഭൂമിയിലെ ആദ്യത്തെ വ്യക്തിയായി കണക്കാക്കപ്പെടുന്നത് ആര്? ഉത്തരം ആദം. ജപ്പാനിൽ ആയുർദൈർഘ്യത്തിൽ മുമ്പിലുള്ളത്? ഉത്തരം വനിതകൾ. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം വിമൻസ് മൊബൻസാഗ്. ഫിലിപ്പീൻസ്. ജനനം 2022 നവംബർ 15. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം സാദിയ സുൽത്താന, ബംഗ്ലാദേശ്. ജനനം 2011. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം അദ്നാൻ മെവിച്ച്, ബോസ്നിയ. ജനനം 1999 ഒക്ടോബർ 12. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര്? ഉത്തരം മതേജ് ഗാസ്പർ, ക്രൊയേഷ്യ. ജനനം 1987 ജൂലൈ 11. ഇന്നത്തെ രീതിയിലുള്ള സെൻസസ് ഇന്ത്യയിൽ ആരംഭിച്ചത് ആരുടെ കാലത്താണ്? ഉത്തരം റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് 1881. ഡെമോഗ്രാഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്ന്? ഉത്തരം ഗ്രീക്ക്. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം ജനങ്ങൾ. ഡെമോഗ്രാഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വരയ്ക്കുക. ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം മേഘാലയ. ജനസംഖ്യ വളർച്ചാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ രാജ്യം? ഉത്തരം ഗ്രീൻലാൻഡ്.